പാലാ നഗരസഭയിൽ 4 സ്വതന്ത്രരുടെയും പിന്തുണ UDF-ന്. 21-കാരി ദിയ ബിനു പുളിക്കക്കണ്ടം നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കും. കോൺഗ്രസ് വിമതയായി മത്സരിച്ച് ജയിച്ച മായ രാഹുലാണ് UDF-ന്റെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി. തർക്കങ്ങൾ മറന്ന് ജോസ് കെ മാണിയുടെ അറിവോടെ LDF ചർച്ചകൾ നടത്തിയിട്ട് ഫലമുണ്ടായില്ല. ഇതോടെ നഗരസഭാ ചരിത്രത്തിൽ ആദ്യമായാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രതിപക്ഷത്തിരിക്കുന്നത്. പാലായിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ എല്ലാ കണ്ണുകളും പുളിക്കക്കണ്ടം കുടുംബത്തിലേക്കായിരുന്നു. കുടുംബത്തിൽ നിന്ന് സ്വതന്ത്രരായി ജയിച്ചത് 3 പേർ. പാലാ നഗരസഭ എങ്ങോട്ടേക്കെന്ന് അവർ തീരുമാനിക്കുന്ന സ്ഥിതി. ഒടുവിൽ പിന്തുണ UDF-ന്. 21-കാരി ദിയ പുളിക്കക്കണ്ടം UDF-ന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി. നമുക്ക് വലിയ സന്തോഷം തോന്നുന്നു. മറ്റ് തർക്കങ്ങളോ ഒന്നുമില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന പോലെ തർക്കങ്ങളെന്നൊക്കെ പറഞ്ഞത് കാര്യമുള്ള കാര്യമൊന്നും അല്ലായിരുന്നു. ഏതായാലും ഒരു ടീമായിട്ട് പാലായിൽ നയിക്കാൻ ഞങ്ങളെ ചുമതലപ്പെടുത്തിയതിൽ, മോളെ ചുമതലപ്പെടുത്തിയതിൽ വലിയ സന്തോഷം തോന്നുന്നു. പ്രായം വെറും നമ്പർ മാത്രമെന്നും വികസനമാണ് ലക്ഷ്യമെന്നും ദിയ. പാലയുടെ വികസനം തന്നെയാണ് എൻ്റെ വിഷൻ. അതിപ്പം ജനങ്ങളുടെ നന്മ, അതിപ്പം അവരുടെ ലൈഫ്സ് ഈസിയർ ആക്കുക, അവരുടെ ജീവിത നിലവാരം ഉയർത്തുക. അതിപ്പോൾ റോഡുകളിലൂടെ ആണെങ്കിലും ഹോസ്പിറ്റൽസിലൂടെ ആണെങ്കിലും തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തുന്നതിലൂടെ ആണെങ്കിലും എന്തായാലും അവരുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുക എന്നായിരിക്കും എൻ്റെ ഫസ്റ്റ് ഗോൾ. കോൺഗ്രസ് വിമതയായി ജയിച്ച മായ രാഹുലിന്റെ തീരുമാനത്തിനാണ് UDF കാത്തിരുന്നത്. മായ കൂടി കൈകൊടുത്തതോടെ 14 അംഗങ്ങളുമായി UDF-ന് കേവല ഭൂരിപക്ഷമാകും. ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറുന്നില്ലല്ലോ. നമ്മൾ UDF-നോട് ഇപ്പം ചേർന്ന് ഒരു ബാക്കപ്പ് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതിൽ നിന്ന് മാറേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ജോസ് കെ മാണിയുടെ അറിവോടെ മന്ത്രി VN വാസവൻ പുളിക്കക്കണ്ടം കുടുംബവുമായി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഈ പാലായുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കേരള കോൺഗ്രസ് M പ്രതിപക്ഷത്തിരിക്കുന്നത്. അതൊരു മധുര പ്രതികാരം കൂടിയാണ്. പ്രതികാരമായിട്ടൊന്നും വിലയിരുത്തേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ജനങ്ങൾ കൊടുത്ത ആ ഒരു പിന്തുണ തീർച്ചയായിട്ടും ഈ മുന്നണിക്ക്, ഞങ്ങളുടെ സ്വന്തം കൂട്ടായ്മയ്ക്കും ലഭിച്ചു. പിന്നെ ഒരു കാര്യം, ഞങ്ങളുടെ ഒരു വാശി കൊണ്ടൊന്നും അല്ല ഇത്രയും ഈ ചർച്ചകൾ നീണ്ടുപോയത്. മുന്നണിക്കകത്തെ പ്രശ്നങ്ങൾ അവർ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതിൽ ഞങ്ങൾ ഒരു ഭാഗഭാക്കായി എന്ന് മാത്രമേ ഉള്ളൂ. CPIM പ്രതിനിധിയായിരുന്ന ബിനു പുളിക്കക്കണ്ടത്തിനെ ജോസ് കെ മാണിയുമായുള്ള കലഹത്തെ തുടർന്നായിരുന്നു LDF-ൽ നിന്ന് പുറത്താക്കിയത്. ചരിത്രത്തിലാദ്യമായി നഗരസഭയിൽ ഇത്തവണ കേരള കോൺഗ്രസ് M പ്രതിപക്ഷത്തേക്ക് പോയെങ്കിലും വരും ദിനങ്ങളിൽ ഇതിൽ മാറ്റമുണ്ടാകുമോ എന്നത് കണ്ടറിയാം. ന്യൂസ് മലയാളം, കോട്ടയം.